പ്രിയമുള്ളവരെ, ഇന്ന് മാത്സിൽ, അതായത് 6ാം ക്ലാസ്സിലെ മാത്സിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത് 15 10 4. ഇതിന് നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം, അതായത് ദശാംശ രൂപത്തിലോട്ട് നമുക്കിതിനെ മാറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം ഈ തന്നിരിക്കുന്ന 15 നമ്മൾ അതുപോലെ എഴുതും. മനസ്സിലായോ? ഇവിടെ നോക്കാം. 4/10 ഇതിനെ ദശാംശ രൂപത്തിലോട്ട് മാറ്റണം. നമ്മൾ ആദ്യം ഈ 4 എഴുതും. ഓക്കെ ആണല്ലോ? ഇനി നോക്കുക, ഇവിടെ എത്ര സീറോ ഉണ്ട്? ഒരു സീറോ ഉണ്ട്. ഒരു സീറോ ആണെങ്കിൽ ഈ 4 പറയുന്ന ഒരു നമ്പറിൻ്റെ മുമ്പിൽ ദശാംശ സ്ഥാനം ഇടുക. അതായത് നമുക്ക് 15.4 എന്ന് കിട്ടും. ഇവിടെ നോക്കുക, 7 6/10. നമ്മളിവിടെ ആദ്യം 7 എഴുതും, പിന്നെ ഈ തന്നിരിക്കുന്ന 6 എഴുതും. പിന്നെ നമ്മൾ നോക്കും ഇവിടെ എത്ര പൂജ്യമുണ്ട്. ഒരു പൂജ്യമുണ്ട്. അപ്പോൾ ഒരു നമ്പർ കഴിഞ്ഞ് നമ്മൾ ദശാംശ ചിഹ്നം ഇടും. 7.6 എന്ന് കിട്ടും. ഇവിടെ നോക്കുക, ഈ തന്നിരിക്കുന്ന 11 നമ്മൾ എഴുതും. ഓക്കെ. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന 12 നമ്മൾ എഴുതും. പിന്നെ നോക്കുക, ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 1 2 സീറോ ഇല്ലേ? ഇപ്പോൾ 2 നമ്പർ മാറ്റി കുത്തിരും. 1 2 11.12 എന്ന് കിട്ടും. ഇവിടെ നോക്കുക, 17 72/100. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുക? ആദ്യം 17 എഴുതുക, പിന്നെ 72 എഴുതുക. പിന്നെ എന്താണ്, എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കുക. 1 2. അപ്പോൾ ഇവിടുന്ന് 2 സ്ഥാനം മാറ്റി കുത്തരുത്. മനസ്സിലായോ? 17.72. ഇവിടെ നോക്കുക, 11 66/100. ഇവിടെ നമ്മൾ ആദ്യം 11 എഴുതുക, പിന്നെ തന്നിരിക്കുന്ന 66 എഴുതുക. ഇവിടെ നോക്കുക, 2 പൂജ്യങ്ങളുണ്ട്. 2 നമ്പർ മാറ്റി കുത്തരുക. 11.66 എന്ന് കിട്ടും. അങ്ങനെയാണ് 26 32/100. അതേപോലെ 14 9/10. ഈ 2 ചോദ്യങ്ങളും നിങ്ങളൊന്ന് ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയാം. ഒരു കൺഫ്യൂസിങ് അല്ല, എന്നാലും ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. നോക്കണ്ടേ? ഇവിടെ 15, ഓക്കെ, 4/100. ക്ലിയർ ആണല്ലോ? 15 4/100. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് ചെയ്യണം? ആദ്യം 15 എഴുതണം, അല്ലേ? പിന്നെ നമുക്ക് ഈ 4 എഴുതണം. പിന്നെ എന്താ നോക്കേണ്ടത്? ഇവിടെ എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യമില്ലേ? അപ്പോൾ ഇവിടെ ഈ 15 ഓൾറെഡി ഉണ്ട്, നമ്മൾ എഴുതി കഴിഞ്ഞു. ഈ 4 ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 4 നമ്മൾ എഴുതി കഴിഞ്ഞു, പക്ഷേ ഇവിടെ 2 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ 2 നമ്പറുകൾ വേണം. ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 4 മുമ്പിൽ ഒരു സീറോ ഇട്ടിട്ട് നമ്മൾ 15.04 എന്നാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ അതേപോലെ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ്? 12 6/1000 1 2 3. ഇതിൻ്റെ ആൻസർ അപ്പോൾ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞില്ല, 12 എഴുതുക, പിന്നെ ഈ തന്നിരിക്കുന്ന 6 എഴുതുക. മനസ്സിലായല്ലോ? ഇവിടെ എത്ര പൂജ്യമുണ്ട്? 1 2 0. അതായത് ഈ 6ൻ്റെ ഒപ്പം 3 സംഖ്യകൾ വേണം. ഇവിടെ 6, ഇപ്പം 3 സംഖ്യകളാക്കാനായിട്ട് നമുക്ക് 2 പൂജ്യം കൂടി ഇട്ട് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ 1 2 3 ആയല്ലോ. ഇവിടെ ഡെസിമൽ ഇടുക. അതായത് 12. ഈ നമ്പറുകൾക്കൊന്നും മാറ്റമില്ല. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം, ഇതിൻ്റെ ഈ ഒരു ആൻസർ, അതായത് 10ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഈ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതായത് 21 12/1000 21 12/1000 ദശാംശ രൂപത്തിലോട്ട് മാറ്റണം. നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് 6ാം ക്ലാസ്സിൽ നിലവിൽ ഇപ്പോൾ ഓണപ്പരീക്ഷ കഴിഞ്ഞ് 6ാം ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാഠഭാഗത്തിലൊരു ഭാഗമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കേ.